നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിക്കാനുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാതെ ക്ഷേമനിധിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ കുഴൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നൽകുന്നവരാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ രീതിയിലുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള അധ്വാന സംഭാവന ചെയ്യുന്നവരാണ് നിർമ്മാണ തൊഴിലാളികൾ. എന്നാൽ ഈ നിർമ്മാണ തൊഴിലാളികളെ ഒരു കാലഘട്ടത്തിൽ പുഴുക്കളെ പോലെയാണ് ഈ സമൂഹം കണ്ടിരുന്നത്. രാവന്തിയോളം പണിയെടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന സന്ദർഭത്തിൽ ന്യായമായ കൂലിയുമില്ല. ന്യായമായ രീതിയിൽ എത്ര മണി വരെ വേണമെങ്കിലും പണിയാവുന്നൊരവസ്ഥയും, പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലിടങ്ങളിൽ വെച്ചൊരു അപകടമുണ്ടായാൽ അസ്ഥി പെറുക്കി വീട്ടിൽ കൊണ്ടുപോകാം എന്നതൊഴിച്ചാൽ യാതൊരു വക ആശ്വാസകരമാവുന്ന രീതിയിൽ ചികിത്സാ സഹായങ്ങളോ മരണാനന്തര സഹായങ്ങളോ അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. CS രഘു, KV ഉണ്ണികൃഷ്ണൻ, MM നൌഷാദ് എന്നിവർ പങ്കെടുത്തു. അതേസമയം സർക്കാർ ഉത്തരവ് വന്നതിനു ശേഷം സെസ് പിരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും സമരം വസ്തുതാവിരുദ്ധമാണെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. CITയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ ധർണ നടക്കുന്നത് പ്രത്യേകിച്ചും വസ്തുതാവിരുദ്ധമായൊരു ധർണയാണ് ഇവിടെ നടക്കുന്നത്. കാരണം സർക്കാർ ഉത്തരവ് ലഭിച്ച് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് സെസ് പിരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതായത് ഇതിനു മുമ്പ് സർക്കാർ ഉത്തരവ് വന്നപ്പോൾ തന്നെയാണ് നമുക്ക് പഞ്ചായത്തിലേക്ക് ഓർഡർ ലഭിച്ചാൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി തീരുമാനം എടുത്ത് ഭരണസമിതി തീരുമാനം കമ്മിറ്റിയിൽ തീരുമാനിച്ച് അതിന് ശേഷമാണ് നമുക്ക് സെസ് പിരിക്കാനുള്ള അധികാരമുള്ളൂ. അധികാരം ഉപയോഗിച്ച് നമ്മൾ പിരിക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇതിനു മുമ്പ് കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് സർക്കാർ ഉത്തരവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റുകളിൽ 40ഓളം വീടുകൾക്കാണ് 100 m²ലുള്ള കെട്ടിടങ്ങൾക്കാണ് നമുക്ക് സെസ് പിരിക്കാനുള്ള ഉത്തരവ് ഇതിനകത്തുള്ളൂ. അത് പിരിക്കാത്തവർക്ക്, അതായത് സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷമാണ് നമുക്ക് പിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാർ ഉത്തരവ് മുൻ ഡേറ്റിലുള്ള അതുകൊണ്ട് 40 വീടുകൾക്കാണ് നമ്മൾ നമ്പറിട്ട് കൊടുത്തിരിക്കുന്നത്. അത് പിരിക്കാനുള്ള ഉത്തരവ് നമ്മൾ നോട്ടീസ് അവർക്ക് അയച്ചു കഴിഞ്ഞു. അവരിവിടെ കൊണ്ട് അടയ്ക്കാനുള്ള തീരുമാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിരുദ്ധമായ ഒരു സമരമാണ്.